മിനിറ്റ് കൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നോക്ക്, ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് കൺവേർഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ടു വാട്ടർ ആൻഡ് ഓക്സിജൻ ഇസ് ഗിവൺ അല്ലേ. ഹൈഡ്രജൻ പെറോക്സൈഡിനെ നമ്മളിങ്ങനെ പൊട്ടിക്കാണ്, ഡീകമ്പോസ് ചെയ്ത് വിഘടിപ്പിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റുകയാണ്. വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ദിസ്? ഇത് ഏത് തരം രാസപ്രവർത്തനം? നമുക്കറിയാം, ഒരു സിംഗിൾ റിയാക്ടൻ്റ് ഉണ്ട് അല്ലേ, അയാൾ പൊട്ടി സിമ്പിൾ പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ വിഘടന രാസപ്രവർത്തനം എന്ന് പറയാം. ഇനി വിച്ച് സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ടു ആക്സലറേറ്റ് ദ ഡീകമ്പോസിഷൻ ഓഫ് H2O2 ബൈ വാട്ട് നെയിം ഇസ് കോമൺലി നോൺ? അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഈ ഒരു ഡീകമ്പോസിഷൻ്റെ റേറ്റ് കൂട്ടാൻ, വേഗത കൂട്ടാൻ വേണ്ടി നമ്മൾ ഒരാളെ ആഡ് ചെയ്ത് കൊടുക്കും. അയാൾ ആരാ? നമ്മുടെ കാറ്റലിസ്റ്റ് അല്ലേ. കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകത്തെയാണ് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം, കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാൻ സഹായിക്കുന്ന ആളാണ് അല്ലേ, വേഗത കൂട്ടാൻ സഹായിക്കുന്ന ആളാണ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകം എന്ന് പറയുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകം എന്ന് പറഞ്ഞാൽ അത് MnO2 അല്ലെങ്കിൽ മാംഗനീസ് ഡയോക്സൈഡ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം, സിങ്ക് റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ്. സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് ഹൈഡ്രജൻ വാതകം കിട്ടും, നമുക്കറിയാം. ഇനി റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ. മക്കളെ, ഈ രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം നമുക്ക് എഴുതാലോ. സിമ്പിൾ അല്ലേ. സിങ്ക് എന്ന് പറയുമ്പോൾ Zn ആണ്, HCl ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സോ സിങ്ക് 2 HCl-ഉമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. എന്നിട്ട് സിങ്ക് ക്ലോറൈഡും നമുക്ക് കിട്ടുന്നു, ഹൈഡ്രജൻ ഗ്യാസും നമുക്ക് കിട്ടുന്നു. ഇനി വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ദിസ്? ഏത് ടൈപ്പ് റിയാക്ഷനാണ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരാൾ വരുന്നു, ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന ആറ്റത്തെ ട്വൈങ് എന്നൊരു ഇടിച്ച് പുറത്തേക്ക് കളയുകയാണ് അല്ലേ. അതായത് ഒരു ആറ്റം മറ്റൊരു ഗ്രൂപ്പ്, ഒരു കോമ്പൗണ്ടിലിരിക്കുന്ന മറ്റൊരു ആറ്റത്തെ റീപ്ലേസ് ചെയ്യുകയാണ് അല്ലേ, ആദേശം ചെയ്യുകയാണ്. സോ ഇത്തരത്തിലുള്ള റിയാക്ഷൻസിനെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്നാ പറയാം അല്ലേ. നോക്ക്, സിങ്കിന് ഉള്ളിലേക്ക് കയറണം, സിങ്കിന് HCl-ൻ്റെ ഉള്ളിലേക്ക് കയറണം. അതിനുവേണ്ടി സിങ്ക് എന്ത് ചെയ്തു? ഹൈഡ്രജനെ പിടിച്ച് പുറത്താക്കി. അപ്പോൾ ഒരു ആറ്റമോ ഗ്രൂപ്പോ ഒരു കോമ്പൗണ്ടിലെ മറ്റൊരു ആറ്റത്തെയോ ഗ്രൂപ്പിനെ ഡിസ്പ്ലേസ് ചെയ്താൽ, ആദേശം ചെയ്താൽ, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആദേശ രാസപ്രവർത്തനം. സജസ്റ്റ് എനി 2 മെത്തേഡ് ഫോർ ഇൻക്രീസിങ് ദ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ. മക്കളെ, ഇവിടെ ഹൈഡ്രജൻ്റെ അളവ് കൂട്ടാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? 2 കാര്യങ്ങൾ ചെയ്യാം അല്ലേ. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നമുക്ക് കുറേ ഹൈഡ്രജൻ ഗ്യാസിനെ കിട്ടണം. സോ റേറ്റ് കൂടാൻ എന്ത് ചെയ്യാം? നമുക്കറിയാം, റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത, പിന്നെ ടെമ്പറേച്ചർ, താപനില അല്ലേ. കോൺസെൻട്രേഷൻ കൂടിയാൽ എന്താ സംഭവിക്കുക? റിയാക്ഷൻ്റെ റേറ്റ് കൂടും. ഗാഢത കൂടിയാൽ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടും. പിന്നെ ടെമ്പറേച്ചർ കൂട്ടിയാലും കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കൂടും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന ടെസ്റ്റ് ട്യൂബിനെ ഹീറ്റ് ചെയ്യാം, ചൂടാക്കാം. അതല്ലെങ്കിൽ HCl-ൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാം അല്ലേ. HCl-ൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഏത് തരം രാസപ്രവർത്തനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നോക്കിക്കേ, ഫോർമേഷൻ ഓഫ് ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ് ഓൺ ഹീറ്റിംഗ് കോപ്പർ പൗഡർ ഇൻ എ ചൈന ഡിഷ്. ഒരു ചൈന ഡിഷിൽ കോപ്പർ പൗഡർ ചൂടാക്കുമ്പോൾ അത് കറുത്ത നിറത്തിലുള്ള കോപ്പർ ഓക്സൈഡായിട്ട് മാറുന്നു. മക്കളെ, ഈ ഒരു റിയാക്ഷൻ ഞാൻ നിങ്ങളെ എഴുതി കാണിക്കാം, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ആദ്യം നമ്മൾ കോപ്പറിനെ എടുക്കുകയാണ്. ഹീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുക അല്ലേ, ബേൺ ചെയ്യുക അല്ലെങ്കിൽ ചൂടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓക്സിജനുമായിട്ട് കൂടി ചേരുകയാണ്. എന്നിട്ട് ഇവർ CuO എന്ന് പറയുന്ന കോപ്പർ ഓക്സൈഡായിട്ട് മാറുന്നു. ഈ കോപ്പർ ഓക്സൈഡിനെയാണ് നമുക്ക് കറുത്ത നിറത്തിൽ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? 2 ആൾക്കാർ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആയിട്ട് മാറിയല്ലേ. 2 അഭികാരകങ്ങൾ തമ്മിൽ കൂടി ചേർന്ന് ഒരു ഉൽപ്പന്നമായിട്ട് മാറി. സോ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാം കോമ്പിനേഷൻ റിയാക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നോക്കിക്കേ മക്കളെ, സിൽവർ നൈട്രേറ്റ് സോഡിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്കത് എഴുതി പോകാം. സിൽവർ നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ AgNO3 ആണ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ NaCl ആണ്. ഇവർ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് സിൽവർ ക്ലോറൈഡും സോഡിയം നൈട്രേറ്റും കിട്ടുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഡിയം നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ NaNO3, സിൽവർ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ AgCl. ഇവിടെ എന്താ നടന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സിൽവറിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന നൈട്രേറ്റിനെ നോക്ക്,
സോഡിയത്തിന് കൊടുത്തു അല്ലേ, നൈട്രേറ്റിനെ സോഡിയത്തിന് കൊടുത്തു. അങ്ങനെയാണ് നമുക്ക് NaNO3 സോഡിയം നൈട്രേറ്റ് കിട്ടിയത്. ഇനി സോഡിയത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്ലോറിനെ സിൽവറിന് കൊടുത്തു, ശരിയല്ലേ അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഇവിടെ AgCl അല്ലെങ്കിൽ സിൽവർ ക്ലോറൈഡിനെ കിട്ടിയത്. സോ രണ്ട് റിയാക്റ്റൻസ് തമ്മിൽ പരസ്പരം അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്തു. സോഡിയത്തിൻ്റെ കയ്യിലുള്ളത് സിൽവറിനും കൊടുത്തു, സിൽവറിൻ്റെ കയ്യിലുള്ളത് സോഡിയത്തിനും കൊടുത്തു. അഭികാരകങ്ങൾ തമ്മിൽ പരസ്പരം അയോണുകളെ എക്സ്ചേഞ്ച് ചെയ്തു. ഇത്തരത്തിലുള്ള റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് അല്ലേ? ഇത്തരത്തിലുള്ള രാസപ്രവർത്തനങ്ങളെ നമുക്ക് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് വിളിക്കാം. വളരെ ഇമ്പോർട്ടൻറ്റ്. ഇനി formation of ferric oxide, sulfur dioxide and sulfur trioxide on heating ferrous sulfate. നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് ട്യൂബിൽ ഫെറസ് സൾഫേറ്റ് എടുക്കുകയാണ്. ഫെറസ് സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ FeSO4 ആണ് കേട്ടോ. FeSO4നെ ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഫെറിക് ഓക്സൈഡ് Fe2O3 എന്ന് പറയുന്ന ഫെറിക് ഓക്സൈഡ്, SO2 അഥവാ സൾഫർ ഡയോക്സൈഡ്, SO3 അഥവാ സൾഫർ ട്രയോക്സൈഡിന് കിട്ടും. ഇത് ഏത് ടൈപ്പ് റിയാക്ഷനാണ് മക്കളെ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആദ്യം നമ്മുടെ കയ്യിൽ ഒരു സിംഗിൾ റിയാക്റ്റൻ്റ് ഉണ്ടായിരുന്നു. ഇയാൾ ബ്രേക്ക് ഡൗൺ ചെയ്ത്, ഇയാൾ ചൂടാക്കിയപ്പോൾ ഇയാൾ പൊട്ടിപ്പോയി അല്ല, ഇയാൾ പൊട്ടി പുതിയ സിമ്പിൾ പ്രോഡക്റ്റുകളാക്കി മാറ്റി. ഒരു സിംഗിൾ റിയാക്റ്റൻറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് മോർ ദാൻ വൺ പ്രോഡക്റ്റുകളാക്കി മാറ്റി. ഒരു അഭികാരകത്തെ നമ്മൾ വിഘടിപ്പിച്ച് ഒന്നിലധികം ഉൽപ്പന്നങ്ങളാക്കി മാറ്റി. ഇത്തരത്തിലുള്ള റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയാനായിട്ട് സാധിക്കുക അല്ലേ? വിഘടന രാസപ്രവർത്തനം. സോ മക്കളെ, ടൈപ്പ് ഓഫ് റിയാക്ഷൻസും റേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം ചെയ്യാൻ പറ്റിയെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും താഴെ കമൻറ്റ് ബോക്സിൽ യെസ് മിസ് വി ആർ ഹാപ്പി എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ ലൈവ് നിങ്ങളാരും മിസ് ചെയ്യരുത്. സോ വൈകിട്ട് കൃത്യം 7:30 കാണാം. ബൈ.